കേരളം ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ആദ്യം എണ്ണുന്നത് തപാൽ വോട്ടുകളാണ്. 15,000 ഉദ്യോഗസ്ഥർ സജ്ജമാണ്. രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 85-ന് മുകളിൽ സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് UDF. തുടർഭരണം കിട്ടുമെന്ന് LDFും കരുതുന്നു. അതേസമയം ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും കിട്ടുമെന്നാണ് NDA ക്യാമ്പിൻ്റെ പ്രതീക്ഷ. കൂത്തുപറമ്പ് ബ്യൂറോ ചീഫ് സൂരജ് താമളർ നമ്മളൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് പങ്കുവെക്കാൻ പറ്റുന്ന വിവരങ്ങൾ? നാളെയാണല്ലോ കേരളം കാത്തിരിക്കുന്ന റിസൾട്ട്. പ്രേമരാജ് സൂചിപ്പിച്ചത് തന്നെയാണ് പറയാനുള്ളത്. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. നാളെ കൃത്യം രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. നമുക്കറിയാം, വോട്ടെടുപ്പിന് ശേഷം സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നാളെ തുറക്കും. അത് തുറന്ന് വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ അറിയാം കേരളം ആര് ഭരിക്കും, അല്ലെങ്കിൽ ആര് വാഴും ആര് വീഴുമെന്ന് നാളെ നമുക്കറിയാൻ സാധിക്കും. ഇനിയും ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നാളെ അതിരാവിലെ തന്നെ ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് എത്തും. അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നേരത്തെ തന്നെ അതിന് ആവശ്യമായ മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ 4 മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂളിലും, അതുപോലെ അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ 5 മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ ചാല ചിൻടക്കിലുമാണ് നടക്കുക. അതുപോലെ കൂത്തുപറമ്പ്, തലശ്ശേരി എന്നീ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിലുമാണ് നടക്കുക. ഇങ്ങനെ 3 കേന്ദ്രങ്ങളിലാണ് കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്നത്. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുക. 8:30 ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. ഈ 8:30 തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. ഇത് എണ്ണിത്തുടങ്ങുന്ന സമയത്ത് തപാൽ വോട്ടുകൾ എണ്ണിത്തീർന്നില്ലെങ്കിൽ ഈ 2 വോട്ടുകളും ഒരേ സമയം എണ്ണും. ഇത്തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഫലസൂചനകളൊക്കെ 8:30 തന്നെ വന്നു തുടങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഈ 10 വർഷത്തെ തുടർഭരണത്തിന് ശേഷം അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഈ പോസ്റ്റൽ വോട്ടുകളൊക്കെയാണല്ലോ എണ്ണുന്നത്. ഒരു ഫലസൂചനകളെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് കൃത്യമായി ഒരു ഫലസൂചനകൾ ലഭ്യമാവില്ലേ? തീർച്ചയായും ഏതാണ്ട് ഒരു 9 മണിയോടെ തന്നെ കേരളം എങ്ങോട്ടേക്ക് എന്നുള്ള തരത്തിലുള്ള ഒരു ഫലസൂചനകൾ അതായത് ഇടത്തേക്കോ അല്ലെങ്കിൽ വലത്തേക്കോ എന്നുള്ളത് നമുക്ക് ഒരു 9 മണിയോടെ ഏതാണ്ട് ഒരു ചെറിയ സൂചനകൾ വന്നു തുടങ്ങുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ സംസ്ഥാന ചിത്രമാണ്. അതായത് UDFും പ്രതീക്ഷയിലാണ്, LDFും പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ BJP ഏതാണ്ട് നല്ല പ്രതീക്ഷയിലാണ്. ഒരു 2 ഒക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് 1 മണിക്കൂർ തന്നെ അറിയാനും പറ്റും. നമുക്ക് ഈ ജില്ലയിലേക്ക് വന്നാൽ നമ്മുടെ 11 മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഏതൊക്കെയാണ് ടൈറ്റ് മത്സരങ്ങൾ നടക്കുന്നത്? നമ്മൾ ആ വോട്ടെടുപ്പ് ദിവസം തന്നെ നമ്മൾ ഏകദേശം ഇത് പങ്കുവച്ചതാണ്. ഈ ടൈറ്റ് മത്സരങ്ങൾ ഒരുപക്ഷെ പേരാവൂർ ഒരു ശ്രദ്ധേയമായ മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിൽ, സംസ്ഥാനത്ത് തന്നെ. തീർച്ചയായും പേരാവൂരിനെ സംബന്ധിച്ച് ജില്ലയിൽ ഏറ്റവും കടുത്ത മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പേരാവൂർ. അതിന് കാരണങ്ങൾ ഏറെയുണ്ട്. ഒന്ന്, അവിടുത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി. അതുപോലെ LDFിൻ്റെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള നേതാവായിട്ടുള്ള KK ശൈലജയാണ് അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി. നേരത്തെ പെട്ടതാണ് ടീച്ചർ. അങ്ങനെയാണ് പാർട്ടി വിലയിരുത്തിയത്. അങ്ങനെയാണ് ടീച്ചർ അവിടെ എത്തിയത്. അപ്പോൾ അതൊരു ശരിക്കും കഴിഞ്ഞ തവണ വളരെ വലിയൊരു ഭൂരിപക്ഷത്തിലൊന്നുമല്ല ഈ സണ്ണി ജോസഫ് അവിടെ വിജയിച്ച് കയറിയത്. ഒരു തവണ ടീച്ചർ അവിടെ വിജയിച്ചതുമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തവണ ഒരു വികാരമില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് മറിയും. തീർച്ചയായും. കാരണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏത് മുന്നണി എടുത്താലും അവരൊക്കെ വിജയപ്രതീക്ഷകളൊക്കെ പങ്കുവെക്കുന്നുണ്ടെങ്കിലും ആർക്കും ഒരു എന്താ പറയുക ഒരു പിടികൊടുക്കാത്ത തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. എത്തരത്തിലായിരിക്കും ഈ ഫലം എന്നത് ആർക്കും ഇപ്പോഴും പറയാൻ സാധിക്കാത്തൊരു അവസ്ഥയാണ്. അതേ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പേരാവൂർ.
പേരാവൂരിൽ കടുത്ത മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത്. അവിടെ മട്ടന്നൂർ MLA ആയിട്ടുള്ള KK ശൈലജയെ അവിടത്തേക്ക് നിയോഗിക്കുന്നത് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഭൂരിപക്ഷം 60,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിലാണ് KK ശൈലജ ഈ മട്ടന്നൂരിൽ നിന്ന് വിജയിച്ചത്. അതേസമയം ഈ സണ്ണി ജോസഫിന്റെ കാര്യം എടുക്കുമ്പോൾ നേരത്തെ പ്രേമരാജ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് 3000 സംതിങ്, ആ ഒരു 3000 ചില്ലറ വോട്ട് മാത്രമാണ് അവിടെ ഭൂരിപക്ഷമുള്ളത്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം എന്നുള്ളതാണ്. കാരണം ഇത്തവണ UDF-നെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. K. സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ ആ മണ്ഡലത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? അത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയാകുമ്പോഴേക്കും അതൊക്കെ പരിഹരിച്ച് K. സുധാകരൻ ഉൾപ്പെടെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പ് നിന്നും നമുക്കറിയാൻ സാധിക്കുന്നത് അതൊന്നും ഒരു വിഷയമാവില്ല. എല്ലാവരും ഒറ്റക്കെട്ട് ടീം UDF എന്നുള്ള രീതിയിലാണ് അവിടെ പ്രചരണം നടത്തിയിട്ടുള്ളത്. അവിടെ യാതൊരു തരത്തിലുള്ള തോൽവിക്കും ഒരു സാധ്യതയും ഇല്ല. UDF ആ മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം UDF-നെ സംബന്ധിച്ച് ഒരു അഭിമാന മണ്ഡലം കൂടിയാണത്. കാരണം KPCC പ്രസിഡന്റിന്റെ സ്വന്തം മണ്ഡലമാണ്. അപ്പോൾ ഈ UDF 100-ലധികം സീറ്റുകൾ നേടി കേരളത്തിൽ അധികാരത്തിൽ 10 വർഷത്തിന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ KPCC പ്രസിഡന്റിന്റെ മണ്ഡലം വളരെ എടുത്തു പറയേണ്ട ഒരു മണ്ഡലം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ കൂത്തുപറമ്പിലേക്ക് വന്നാലേ, കൂത്തുപറമ്പിൽ ഇന്നലെ KP മോഹനൻ MLA കണ്ണൂരിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം അത് തുറന്നു പറയണം എന്നാണ്. എനിക്കത് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തുറന്നു പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ തുടങ്ങിയത്. പാർട്ടിക്കുള്ളിൽ തന്നെ താൻ മത്സരിക്കുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള റൂമറുകളും അവിടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഈ വോട്ടെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാകുമോ? വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം നാളെയാണ് നമുക്കിതിനൊക്കെ ഒരു മറുപടി ലഭിക്കുന്നത്. അദ്ദേഹം ഇന്നലെ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പലതവണ നമ്മൾ ആവർത്തിച്ച് KP മോഹനോട് പലതവണ നമ്മൾ തന്നെ ആവർത്തിച്ച് ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു എതിർപ്പുണ്ടോ. പക്ഷെ അദ്ദേഹം ആ സമയത്തൊന്നും അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഇന്നലെ കണ്ണൂരിൽ അതിനായി പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്തു. ഇതൊക്കെ ഈ ഇവിടുത്തെ വോട്ടെണ്ണൽ അത് ഒരുപക്ഷെ ഈ വോട്ടെടുപ്പിനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും ഇതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ പ്രേമരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ KP മോഹൻ ഈ മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നു എന്നുള്ള വാർത്ത നമ്മൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ കൊടുത്തതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് താൻ സ്വയം പിന്മാറുന്നു, പുതിയ ആളുകൾക്ക് വഴിയൊരുക്കാൻ വേണ്ടിയാണ് താൻ പിന്മാറുന്നത്. എന്നാൽ അങ്ങനെ പറയുന്ന ആ വേളയിലും നമുക്കൊക്കെ അറിയാവുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ പ്രേമരാജ് സൂചിപ്പിച്ചതുപോലെ ചില റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളും വന്നിട്ടുണ്ട്. അദ്ദേഹം ഇത്തവണ മത്സരിക്കേണ്ടതില്ലെന്ന് പാർട്ടിയുടെ ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പിന്മാറേണ്ടി വന്നതെന്നൊക്കെയുള്ള റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണം. കാരണം ആ വാർത്താ സമ്മേളനത്തിലെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. ഈ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പല മാധ്യമങ്ങളിലും, എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നു. കാരണം അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട ഒരു MLA എന്നുള്ള നിലയിൽ തന്നെ. കാരണം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പാർട്ടി UDF-ന്റെ പക്ഷത്തായിരുന്നപ്പോഴും LDF-ന്റെ പക്ഷത്തായിരുന്നൊക്കെ സമയത്തൊക്കെ തന്നെ അദ്ദേഹം തന്നെയായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിന്നിട്ടുള്ളത്. ഇത്തവണ അദ്ദേഹം സ്വയം പിന്മാറുന്നു എന്ന് പറഞ്ഞ് ഈ മത്സരരംഗത്ത് പിന്മാറുകയും അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ യുവജന സംഘടനയുടെ നേതാവായിട്ടുള്ള PK പ്രവീൺ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും കൂടിയായിട്ടുള്ള PK പ്രവീൺ മത്സരരംഗത്തേക്ക് വരികയും ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും വന്നു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്ത പല മാധ്യമങ്ങളിലും ഓൺലൈൻ പേജുകളിലൊക്കെ വന്നപ്പോൾ അതിനെ പല വ്യാഖ്യാനങ്ങളിലൂടെ ആണ് പ്രതികരണങ്ങൾ കണ്ടത്. അതായത് UDF-ന്റെ വിജയം, UDF സ്ഥാനാർത്ഥി ജയന്തി രാജൻ്റെ വിജയം ഉറപ്പിച്ചത് കൊണ്ട് എന്താ പറയുക, ഒരു മുൻകൂർ ജാമ്യമെടുക്കലാണ് ഇത്തരത്തിലുള്ള പ്രതികരണം എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അതുപോലെ തന്നെ ജയന്തി രാജന്റെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്വാധീനിച്ചത്, ജനങ്ങളുടെ മനസ്സിൽ ഇത് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നൊക്കെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ജില്ല, സംസ്ഥാനത്ത് കണ്ണൂർ ജില്ല ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലാണ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. പാർട്ടിയിൽ നിന്ന് തന്നെ വിട്ടുമാറി ഇപ്പം പാർട്ടിയിൽ വർഷങ്ങളായി
ഉള്ള ആളുകളാണ് തളിപ്പറമ്പിലും പയ്യന്നൂരിലും റിബലായി മത്സര രംഗത്ത് ഇറങ്ങിയത്. ഇതൊക്കെ LDFനെ സംബന്ധിച്ച് ദോഷകരമാകുമോ, UDFന് അത് ഗുണം ചെയ്യുമോ? ഒരു പാർട്ടി വിരുദ്ധ വികാരമില്ല എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ LDFന് എതിരാണ്. എന്നാലും അതൊന്നുമല്ല കാര്യങ്ങൾ. എന്തായാലും തുടർഭരണം ഉറപ്പാണെന്നാണ് LDFൻ്റെ പ്രമുഖ നേതാക്കൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രിയൊക്കെ അതിന് വലിയ ആത്മവിശ്വാസത്തോടെ തുടർഭരണം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി എന്നുൾപ്പെടെ അദ്ദേഹവും പങ്കുവെക്കുന്നത് തുടർഭരണം തന്നെയാണ്. ഏതായാലും സൂരജ്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതിന് ഏതാനും മണിക്കൂറുകളുടെ, നമ്മുടെ ഈ സംസാരത്തിനൊക്കെ ഏതാനും മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. നാളെ രാവിലെ ഏതായാലും 7 മണി മുതൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരുമിച്ചുണ്ടാകും. എല്ലാ പ്രേക്ഷകർക്കും കൃത്യസമയത്ത് റിസൾട്ട് എത്തിക്കാൻ എങ്ങോട്ട് പോകുന്നു കേരളം, ഓരോ മണ്ഡലവും, കണ്ണൂർ പ്രത്യേകിച്ചും നമ്മുടെ ജില്ലയാണ്. ഈ ജില്ലയിൽ ഓരോ സ്പന്ദനങ്ങളും അതാത് സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഗ്രാമിക സുസജ്ജമാണ്. നമ്മൾ രാവിലെ നമുക്കൊരു 6 മണി മുതൽ തന്നെ അവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ സൂരജ്? എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഏവരും മുമ്പൊരിക്കലും ഇല്ലാത്ത തരത്തിൽ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ നമ്മളും സുസജ്ജരാണ്. ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും അപ്പോൾ തന്നെ, ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അപ്പോൾ തന്നെ എത്തിക്കുന്നതായിരിക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മളും പൂർത്തിയാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾക്കിത് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും അത്രയും ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വരാനിരിക്കുന്നത്. ഇനി നേരത്തെ പ്രേമരാജ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ സംസാരിക്കുന്നതിനൊക്കെ ഏതാനും മണിക്കൂറുകളുടെ മാത്രം ആയുസ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ശരിയായ ചിത്രം തെളിയും എന്നുള്ളതാണ് പറയാനുള്ളത്. ഏതായാലും സൂരജ്, മറ്റ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി നാളെ ഏറ്റവും രാവിലെ തന്നെ ഏറ്റവും വേഗത്തിൽ പ്രേക്ഷകരിലേക്ക് ഏറ്റവും ആധികാരികമായി വാർത്തകൾ എത്തിക്കാൻ സജ്ജമാവുക. ഏതായാലും മറ്റു വാർത്തകളിലേക്ക് പോവാം. നേരത്തെ പ്രേക്ഷകരോട് സൂചിപ്പിച്ചതാണ്, നമ്മൾ സുസജ്ജമാണ്. വാർത്തകൾ കൃത്യസമയത്ത് ആധികാരികമായി അതിരാവിലെ തന്നെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ആ ആരംഭിക്കുന്ന സമയം മുതൽ തന്നെ, അതിന് മുന്നേ തന്നെ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും, എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. അപ്പോൾ അതാത് സമയത്ത് കൃത്യമായി ആധികാരികതയോടെ ആ വാർത്തകൾ എത്തിക്കാൻ ഞങ്ങൾ കൂടെയുണ്ടാകും.